അപ്പോൾ സൈലത്തിന്റെ നീറ്റ് 2026 റിപ്പീറ്റർ ബാച്ചസിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഫ്യൂച്ചർ ഡോക്ടേഴ്സ് നമ്മുടെ ഹോസ്റ്റലിലുണ്ട്. അവർ കുറേ പേരൊക്കെ പഠിക്കുകയാണ്, കുറേ പേരൊക്കെ വന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നല്ല ബഹളം കേൾക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് ആസ്ക് ദം. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നിങ്ങളപ്പോൾ നമ്മുടെ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ? നീറ്റ് 2026 ആണ് നമ്മുടെ ഗോള്. നമ്മുടെ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ മിസ് വന്നത് നിങ്ങളുടെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ജസ്റ്റ് വന്ന് എല്ലാവരും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? It's been going so well so far. The hostel is very nice and very calm. Okay. I like it overall. Thank you. You like it? Nice. കുഴപ്പമില്ല, അടിപൊളിയാ. ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് വരികയല്ലേ. ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടൊക്കെ കമ്പനി ആയപ്പോൾ സെറ്റായി. ഓക്കെ, ഫുഡൊക്കെ അടിപൊളിയാ. ഓക്കെ, എല്ലാം ഇഷ്ടപ്പെട്ടു. +1 +2 യൂട്യൂബിൽ ക്ലാസ്സസ് ആയാലും ഒക്കെ അങ്ങനെ സൈലത്തിന് തന്നെയാണ് കണ്ടിരിക്കുന്നത്. നല്ല ഫേമസ് ആയല്ലോ ഇപ്പൊ, നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, നന്നായി. ഇങ്ങോട്ട് വന്നു. പേരെന്താ മോളുടെ? അഞ്ജന. ഡോക്ടർ അഞ്ജന അല്ലേ? അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഭയങ്കര പരസ്യം മാത്രമേ ഉള്ളൂ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ആയിരിക്കില്ല, അങ്ങനെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. എനിക്ക് നെഗറ്റീവ് അങ്ങനെ ഞാൻ എല്ലായിടത്തും ചോദിച്ചപ്പോൾ നല്ല റിവ്യൂസ് ആണല്ലേ? ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ സൈൻ ആയിരുന്നു. ഓ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. മോളുടെ പേരെന്താ? ശീതൽ. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ കണ്ടിരുന്നോ? എങ്ങനെയുണ്ട് സ്റ്റഡി മെറ്റീരിയൽ? എല്ലാം നല്ല പോയിന്റ്സും എല്ലാം പഠിക്കാൻ നല്ല ഈസി ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ബേസിക്സ് ആണ്, എല്ലാം നന്നായിരുന്നു. ഓക്കെ. സൈലത്തിലെ ടീച്ചേഴ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? അടിപൊളിയാണ്. ഞങ്ങൾക്ക് ക്യാമ്പസിൽ ഓഫ്ലൈൻ ആയിട്ട് ഒരു ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സുവോളജി ആയാലും ബോട്ടണി ആയാലും ഒക്കെ നല്ല സാറുമാരാണ്. ഓക്കെ, കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അടിപൊളിയാണ്, നല്ല മനസ്സിലാവുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, ഗ്രേറ്റ്. സൈലത്തിലേക്ക് വരാൻ ഇവിടെ നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു റീസൺ ഉണ്ടാവും അല്ലേ? ഇപ്പൊ ചിലർക്ക് ബേസിക്സ് അറിയില്ല, ചിലർക്ക് നീറ്റിനെ കുറിച്ച് വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ മോളുടെ റീസൺ എന്തായിരുന്നു? ബേസിക്സ് തന്നെയാണ് മെയിൻ റീസൺ. കാരണം ബേസിക്സ് തീരെ ഇല്ല. പിന്നെ ഫസ്റ്റ് ബാച്ച് തന്നെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നു. ഓക്കെ. പിന്നെ സൈലം പറയുന്നത് ഇപ്പോ ഓൾറെഡി മൊത്തത്തിൽ സൈലം കൊണ്ടാണ്. +1 ആയാലും +2 ആയാലും എല്ലാം ട്യൂഷനും കാര്യങ്ങളും ഒക്കെ സൈലത്തിൽ തന്നെയാണ്. സൈലത്തിന്റെ സ്റ്റുഡന്റ് തന്നെ ആണ്. അപ്പൊ നീറ്റും ഈ വഴിക്ക് തന്നെ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ ആൾക്കാർ ആദ്യം ഇങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. ഞാൻ ഇവിടെ എന്റെ ഹോസ്റ്റൽ മേറ്റ്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത്യാവശ്യം കമ്പനിയൊക്കെ, പിന്നെ ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ അതെ ക്ലാസ്സൊക്കെ നല്ല ബേസിക് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിന് അത്രയും അതിനെക്കാട്ടും മേലെയാണ്. നല്ലോണം ബേസിക്സ് ഇങ്ങനെ പഠിപ്പിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് ആണേ തന്നെ എല്ലാം നല്ലോണം മനസ്സിലായി. ബേസ് ലെവലിൽ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇപ്പോഴേ എനിക്ക് മക്കളോട് പറയാനുള്ളത്, എന്ത് സംശയം ഉണ്ടെങ്കിലും, അതായത് സില്ലിയസ്റ്റ് കാര്യമാണെങ്കിൽ പോലും ചോദിക്കുക. ഓക്കെ, ക്ലാസ്സിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് AI ഗുരു ഉണ്ട്, ആപ്പിലെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിരുന്നോ? വളരെ സിമ്പിളാണ്, എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, പെട്ടെന്ന് എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ആപ്പിൽ എങ്ങനെയായിരിക്കും മോള് നമ്മുടെ സൈലത്തിന്റെ ആപ്പ് യൂസ് ചെയ്യാൻ പോകുന്നത്? പേളിൽ കയറും, പിന്നെ പഠിപ്പിച്ച പോർഷൻസ് ഒന്നുകൂടെ നോക്കും, അറിയാത്തത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, പിന്നെ റിവിഷൻ ചെയ്യും. പിന്നെ നോട്ട്സ് നമുക്ക് ഒന്നുകൂടെ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അതിനകത്തുണ്ട്. ഓക്കെ. പിന്നെ ഡൗൺലോഡ് ചെയ്തും കാണാം. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കില്ലേ നിങ്ങൾ പഠിക്കുന്നത്? യെസ്, അതെങ്ങനെയുണ്ട്? ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്കിപ്പം ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ലല്ലോ. ഇപ്പം നമ്മൾ ഒന്നുകൂടെ പഠിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ തിരിച്ച് വന്നിട്ടാണെങ്കിലും അല്ലേ, നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാനും ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ട് നമുക്ക് പറ്റും. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ മക്കൾ എക്സാംസ് എഴുതാൻ തുടങ്ങില്ലേ, അപ്പോഴാണ് ശരിക്കും ഇതിന്റെ ബെനിഫിറ്റ് മനസ്സിലാവുക. കാരണം ഒരു ദിവസം നിങ്ങൾ എക്സാം എഴുതും, അടുത്ത ദിവസം നമ്മൾ ശരിക്കും പാനിക് ആവും അല്ലേ? അടുത്ത ദിവസം ഒരു എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാം നന്നായില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം വന്ന് ഭയങ്കര ടെൻഷനായിരിക്കും, അടുത്തതിന് പഠിക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല അല്ലെ? നമ്മളിങ്ങനെ അനലൈസിസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഈ സിസ്റ്റത്തിൽ നിങ്ങളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ തരും. അതായത് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമ്മൾ വീഡിയോയിൽ വന്ന് ഡിസ്കസ് ചെയ്യും നിങ്ങളുമായിട്ട്. നിങ്ങൾക്ക് അത് ആപ്പിൽ എപ്പോൾ വേണമെങ്കിലും കാണാം. ചിലപ്പം ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി,
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ടും അത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ അത് ഉണ്ടാകും. ടീച്ചേഴ്സ് വന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങൾക്ക്, ഇപ്പം ബയോളജിയിലാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എപ്പോഴും നമുക്ക് സംശയം, നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിച്ചാൽ ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരിക ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും വരിക. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ടാണ് അത് ശരിയായത്, എന്തുകൊണ്ടാണ് തെറ്റായത് എന്നുള്ളത് നമ്മൾ നമ്മുടെ വീഡിയോ ഡിസ്കഷൻസിലുണ്ട്. അപ്പോൾ മക്കൾ അത് നന്നായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ NCERT ക്രാക്കർ എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തായാലും യൂസ്ഫുൾ ആകും. നമ്മൾ NCERT വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. പറ്റി. ഓക്കെ. പിന്നെ നിങ്ങളുടെ ബാച്ചസിൻ്റെ പ്രത്യേകത, ഓരോ ബാച്ചിനും ഒരു മെൻറ്റർ ഉണ്ട് അല്ലേ? നിങ്ങളുടെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്യാമ്പസിൽ കാണുകയല്ല, ഫുൾ ടൈം നിങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാർഡൻ ഉണ്ട്. അപ്പം വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഓൾ ദാറ്റ്? മെൻറ്റർ നല്ല സപ്പോർട്ടാണ്. എപ്പോഴും നമ്മൾ നോക്കും, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ചോദിക്കാനൊക്കെ പറ്റും. ഓക്കെ. അപ്പോൾ ഒരാളെപ്പോഴും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ. നിങ്ങളിപ്പോൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, നിങ്ങൾ ഈ സിസ്റ്റം യൂസ് ടു ആവുന്നതേ ഉള്ളൂ. ഇതൊരു എന്താ പറയുക, ഒരു റേസ് പോലെയാണ് നിങ്ങളുടെ ഈ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ. അതിങ്ങനെ നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു വേവ് ഇങ്ങനെ പോകും, പഠിച്ച് ചിലപ്പോൾ നല്ലത്, ചിലപ്പോൾ ചീത്ത, അങ്ങനെ പോയി ഫൈനലി ഒരു പീക്ക് ഉണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഏറ്റവും പീക്കിൽ നിങ്ങൾ എത്തുന്ന ഒരു സമയം. അതായത് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ചെയ്യാനില്ല, ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പഠിക്കാനില്ല നിങ്ങൾക്ക് തോന്നുന്നൊരു സമയമുണ്ട്. ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പം ഇഫ് യു റൈറ്റ് ദി എക്സാം, നിങ്ങൾ ക്രാക്ക് ചെയ്യും. അങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങളുടെ ലേണിംഗ് കർവിനെ. മാജിക്കൽ ഹാൻഡ്സ് ഓഫ് എ ഡോക്ടർ അതെനിക്ക് വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദെൻ യു ഷുഡ് വർക്ക് ഫോർ ഇറ്റ് and take care of yourself, and we are all here to help you. Good luck.